ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അത് ബികോം സെക്കൻഡ് സെമ്മിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ എക്സാമിനെല്ലാം എസ്സേ ക്വസ്റ്റ്യനായിട്ട് കാണുന്ന ഒരു ഭാഗമാണ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് ഫ്രം സിംഗിൾ എൻട്രി സിസ്റ്റം. ആ ഒരു ഭാഗത്തുള്ള പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണെന്നും അതിൽ ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞൊരു ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതിൽ നമ്മൾ അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ള പ്രോബ്ലം സോൾവിങ് എല്ലാം ചെയ്തതാണ്. ഇത് നമ്മൾ കൺവേർഷൻ മെത്തേഡിൽ അതിലും ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ള ഭാഗവും നമ്മൾ കംപ്ലീറ്റ് ആക്കിയതാണ്. ഇനി കൺവേർഷൻ മെത്തേഡിലുള്ള ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഒരു ക്ലാസ്. ഇപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് നമുക്കറിയാം. നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന സമയത്താണ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഫൈനൽ അക്കൗണ്ടിൽ ഉൾപ്പെടുന്നത് എല്ലാവർക്കും അറിയാം. ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റാണ് ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ സിംഗിൾ എൻട്രി സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻകംപ്ലീറ്റ് ആണ്, ഇൻഅക്യുറേറ്റ് ആണ്, അൺസയൻറ്റിഫിക് ആണ് എന്നെല്ലാം പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ ഒരു ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷന് സിംഗിൾ എൻട്രിയിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതായത് സിംഗിൾ എൻട്രി സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട കുറേ ഐറ്റംസ് നമുക്കതിൽ എമൗണ്ട് തന്നിട്ടുണ്ടാവില്ല. എക്സാമ്പിൾ പർച്ചേസ്, സെയിൽസ്, ഇതൊന്നും ഇല്ലാത്ത കേസിൽ നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സിംഗിൾ എൻട്രി സിസ്റ്റത്തെ ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്തതിൻ്റെ ശേഷം ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ കൺവേർഷൻ മെത്തേഡിലുള്ള പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, ഈ ഭാഗത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് തന്നെയാണ് പഠിക്കേണ്ടത്. കൂടുതൽ തിയറി അല്ല. കൺവേർഷൻ മെത്തേഡ് എന്താണെന്ന് നമുക്കറിയാം. അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ക്വസ്റ്റ്യൻ വായിക്കാം. മിസ്റ്റർ രാജു കീപ്സ് ഹെർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. ക്വസ്റ്റ്യൻ ആദ്യം നന്നായിട്ട് മനസ്സിലാക്കണം. രാജു എന്താണ് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നത്? സിംഗിൾ എൻട്രി ക്വസ്റ്റ്യനിൽ ഉണ്ടാവും ഇങ്ങനെ, സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് ഫോളോ ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത്. ഫ്രം ദി ഫോളോയിങ് പ്രിപ്പയർ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് 2020. അപ്പം സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മളോട് പറയുന്നത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും പറയുന്നുണ്ട് ടുഗദർ വിത്ത് ബാലൻസ് ഷീറ്റ്. ഇപ്പം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം. ക്യാഷ് ബുക്ക് അനാലിസിസ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ അറിയാം, സിംഗിൾ എൻട്രി ഫോളോ ചെയ്യുന്ന ആ ഒരു കേസിൽ ഫൈനൽ അക്കൗണ്ട് ഡയറക്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. നമുക്ക് തരാത്ത കുറേ ഐറ്റങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടി വരും. അങ്ങനെ അതാണ് പറഞ്ഞിട്ടുള്ളത്. സിംഗിൾ എൻട്രിയെ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മീൻസ് നമുക്ക് തരാത്ത പർച്ചേസും സെയിൽസും ഒന്നും ഡയറക്റ്റ് തന്നിട്ടില്ലെങ്കിൽ അതെല്ലാം അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തണം. അപ്പോഴാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് പോകുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇനി നമ്മൾ അതിൽ പറയുന്നുണ്ട് ക്യാഷ് ബുക്ക് അനാലിസിസ് ഷോസ് ദി ഫോളോയിങ്. നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ ക്യാഷ് ബുക്ക് അനാലിസിസ് എന്തൊക്കെയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ? ഇൻട്രസ്റ്റ് ചാർജസ് 100, എമൗണ്ടിൻ്റെ ഇടയിലൊന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക മാറിപ്പോകുന്നതിന്. ഇൻട്രസ്റ്റ് ചാർജ് 100, പേഴ്സണൽ വിഡ്രോവൽസ് 2000, സ്റ്റാഫ് സാലറീസ് 8500, അതേപോലെ അതർ എക്സ്പെൻസസ്, പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്, അതേപോലെ ബാലൻസ്. ഇത് ക്ലോസിംഗ് ബാലൻസ് ആണ്, ക്യാഷ് ബുക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. അതായത് ബാങ്ക് ബാലൻസ് ആണ്. ഇത് ക്യാഷ് ഇൻ ഹാൻഡ്,
കയ്യിലുള്ള ക്യാഷും ഇത് ബാങ്കിലുള്ള ക്യാഷുമാണ്. പിന്നെ റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതേപോലെ ക്യാഷ് സെയിൽസ്, ക്യാഷിന് ഗുഡ്സ് സെയിൽ ചെയ്തത്. അപ്പോൾ ഗുഡ്സ് സെയിൽ ചെയ്തിട്ട് ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും. അപ്പം ക്യാഷ് ബുക്ക് അനാലിസിസ്, ക്യാഷ് ബുക്കിൽ നമുക്കറിയാം അല്ലെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്യൂ. അപ്പോൾ ക്യാഷ് ബുക്കിലുള്ളത് ഇത് കുറേ ഐറ്റംസ് നമുക്ക് തന്നിട്ടുള്ളത് കുറേ ക്യാഷ് കൊടുത്തതുമായിരിക്കും, കുറച്ച് കിട്ടിയതുമായിരിക്കും. അപ്പോൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം റെസിപ്റ്റ് സൈഡിൽ, അതായത് ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്തെല്ലാം കിട്ടി എന്നുള്ളത് ഡെബിറ്റ് സൈഡിലും എഴുതണം. ക്യാഷ് എന്തെല്ലാം പേ ചെയ്തു, എന്തെല്ലാം കൊടുത്തിട്ടുണ്ട് അതെന്ത് ചെയ്യണം, ക്രെഡിറ്റ് സൈഡിലും എഴുതിയിട്ട് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഇൻഫോർമേഷനാണ് തന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം ക്യാഷ് ബുക്ക് അനാലിസിസ് തരുന്ന സമയത്ത്. പിന്നെ ഫർദർ ഡീറ്റെയിൽസ്, ഇനിയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഡീറ്റെയിൽസ് തന്നത് 2 ഇയറിലതാണ്. 1 April 2019 31 March 2020. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് 31 March 2020 ആണ്. അപ്പം ഇത് ഓപ്പണിംഗ് ബാലൻസും ഇത് ക്ലോസിംഗ് ബാലൻസും ആയിരിക്കും. ഓരോന്നിൻ്റെതും ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ആണ് തന്നിട്ടുള്ളത്. സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഓപ്പണിങ്ങിൽ ക്ലോസിങ്ങിൽ, ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കുമായിരിക്കും. പിന്നെ ക്രെഡിറ്റേഴ്സ് ഓപ്പണിങ് ക്ലോസിങ്, ഡെപ്റ്റേഴ്സ് ഓപ്പണിംഗ് ക്ലോസിങ്, ഫേർണിച്ചർ ഓപ്പണിങ് ക്ലോസിങ്, ഓഫീസ് പെർമിസസ് ഓപ്പണിംഗ് ക്ലോസിങ്. ഇതാണ് അഡീഷണൽ ആയിട്ടുള്ള. പിന്നെ പറയുന്നത് വേറെ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. പ്രൊവൈഡ് 5% ഇൻട്രസ്റ്റ് ഓൺ എക്സ് ക്യാപിറ്റൽ ഓൺ 1/4, അതായത് 1 April 2019. 1 April 2019 ക്യാപിറ്റലിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പണിംഗ്, നമ്മളെ ക്ലോസിംഗ് ഡേറ്റ് എന്നാണ് 2020 മാർച്ചാണ്. അപ്പോൾ 1 April 2019 എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഓപ്പണിംഗ് ആയിരിക്കും. അപ്പം ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിൽ 5% എന്ത് കാണണം, ഇൻട്രസ്റ്റ് കാണണം. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട് 5%. പിന്നെ പ്രൊവൈഡ് 1500 ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്, അതാണ് ഈ എമൗണ്ട് 1500. പിന്നെ 5% ഡിപ്രീസിയേഷൻ എത്രയാണ്, 5% ഓൺ ഓൾ ഫിക്സഡ് അസറ്റ്സ്. നമ്മളെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഫിക്സഡ് അസറ്റ്സുകൾ തന്നിട്ടുണ്ടോ ആ അസറ്റ്സുകൾക്കെല്ലാം എന്ത് കാണണം, 5% ഡിപ്രീസിയേഷൻ കാണണം. പിന്നെ 5% ഗ്രൂപ്പ് കമ്മീഷൻ ടു സ്റ്റാഫ് ഹാസ് ടു ബി പ്രൊവൈഡഡ് ഫോർ ഓൺ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ എക്സ്പെൻസസ് ആൻഡ് കമ്മീഷൻ. അപ്പം എല്ലാ എക്സ്പെൻസും എന്താ പറയുന്നത്, ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷനാണ്. അപ്പം ആഫ്റ്റർ ചാർജിങ് എന്ന് പറയുമ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റ്, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്ന ഐറ്റംസ് എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ആ നെറ്റ് പ്രോഫിറ്റിൻ്റെ മുകളിൽ എന്ത് കാണണം, 5% കമ്മീഷനും കാണണം. അപ്പോൾ കമ്മീഷൻ കൊടുത്തിട്ടുള്ളതും മൈനസ് ചെയ്തതിൻ്റെ ശേഷം വരുന്ന എമൗണ്ടാണ് എന്ത്, നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കിട്ടുന്ന ആ ബാലൻസ് എമൗണ്ടിൻ്റെ 5% എന്തായിരിക്കും, കമ്മീഷനാണ്. അത് കമ്മീഷനായിട്ട് കാണിക്കണം. മീറ്റിംഗ് ഓൾ എക്സ്പെൻസസ് ആൻഡ് കമ്മീഷൻസ്. ഇത്രയും ഇൻഫോർമേഷനാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി നമ്മളോട് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. നമ്മൾ പറഞ്ഞു ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് തുടങ്ങുന്നത് എന്താണ്, ഓപ്പണിംഗ് ക്യാപിറ്റൽ വെച്ചിട്ടായിരിക്കും. ആ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മളെ ക്വസ്റ്റ്യനിലില്ല. അതേപോലെ ഓപ്പണിംഗ് ക്യാപിറ്റൽ, പർച്ചേസ്, നമ്മൾ ഫൈനൽ അക്കൗണ്ടിൻ്റെ ഫോമാറ്റും അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതും എല്ലാം ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററിൽ നമ്മൾ ക്ലിയർ ആയിട്ട്, അതായത് +1 കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിലും ആ ഒരു ബേസിലാണ് നമ്മൾ ഈ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഡിഗ്രിയിൽ ഈ ഒരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ വരുന്ന സമയത്ത് ഓൾറെഡി പഠിച്ച് കഴിഞ്ഞ കുട്ടികളാണെന്നുള്ള ബേസിലായിരിക്കും ചെയ്യുന്നത്. അപ്പം ഇത് ഫൈനൽ അക്കൗണ്ട് ശരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് കേൾക്കണം. ഇപ്പോൾ നമ്മൾ ഫൈനൽ അക്കൗണ്ടിൽ നമുക്കറിയാം, നമ്മൾ ഫൈനൽ അക്കൗണ്ടിൽ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എല്ലാം നമ്മൾ ഇതിൽ തന്നെ ചെയ്യും. അത് ഓപ്പണിംഗ് സ്റ്റോക്കിലാണ് തുടങ്ങുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക്, പിന്നെ പർച്ചേസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് എന്തില്ല, ഓപ്പണിംഗ് സ്റ്റോക്കാണ് ആദ്യം എഴുതേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിൽ. അപ്പോൾ നമുക്ക് എന്തില്ല, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല. പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ലെങ്കിൽ
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും പ്രിപ്പയർ ചെയ്യുന്ന ക്ലാസ്സിൽ നമ്മൾ മിസ്സിംഗ് ഫിഗേഴ്സ് ഏതൊക്കെയാണോ അത് കണ്ടെത്താനുള്ളത്, എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി പറയാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. അതേപോലെ പർച്ചേസ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, പർച്ചേസ് തന്നിട്ടില്ലെങ്കിൽ. എന്നാൽ സെയിൽസ് തന്നിട്ടില്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതൊക്കെ ആദ്യം അതെല്ലാം നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കണം. ക്യാഷ് അനാലിസിസ് തന്നിട്ടുണ്ട്, അപ്പം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക്, അതായത് തന്നിട്ടില്ല ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻ ഹാൻഡ്, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റലും നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്കാണ് നമ്മൾ ഫസ്റ്റ് എഴുതുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉണ്ട്. ഇനി ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്തണം. അതിന് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. പിന്നെ പർച്ചേസ് കണ്ടെത്തണം, സെയിൽസ് കണ്ടെത്തണം. പർച്ചേസും സെയിൽസും കാണാൻ വേണ്ടിയിട്ട് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്നതിന് മുന്നേ ക്യാഷ് ബുക്ക് ചെയ്യണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണാൻ വേണ്ടിയിട്ട് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ചെയ്യണം. പിന്നെ പർച്ചേസ് കാണാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും സെയിൽസ് കാണാൻ വേണ്ടിയിട്ട് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും. ഇനി നമുക്ക് ഓരോന്നും ചെയ്തിട്ട് നോക്കാം. ആദ്യം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാം. ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാഷായിട്ട് കിട്ടിയതെല്ലാം ഡെബിറ്റ് സൈഡിൽ നമുക്ക് വേണമെങ്കിൽ റെസിപ്റ്റ്സ് എഴുതാം. റെസിപ്റ്റും പേയ്മെൻറ്റ്സും ആണ് ക്യാഷ് ബുക്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ക്യാഷ് ബുക്ക് അനാലിസിസ് തന്നിട്ടുണ്ട്. ഇത് ഏതെല്ലാം ഡെബിറ്റ് സൈഡിലും. ഇൻട്രസ്റ്റ് ചാർജ് ഇതെന്താണ്? പെയ്ഡാണ്, കൊടുത്തതാണ്. അപ്പം ഇത് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഇനി പേഴ്സണൽ വിഡ്രോവൽസ്, ഡ്രോയിങ്സും എന്താണ്? ബിസിനസ്സിൽ നിന്ന് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്യാഷ് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൽ നിന്നും ക്യാഷ് പോവുകയാണ് ചെയ്യുക. അതും പേയ്മെൻറ്റ് സൈഡിലാണ്, അതായത് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. പിന്നെ സ്റ്റാഫ് സാലറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും പേയ്മെൻ്റ് ആണ്, അതും ക്രെഡിറ്റ് സൈഡിൽ എഴുതും. പിന്നെ അതർ ബിസിനസ് എക്സ്പെൻസ് അതും എന്താണ്? ക്രെഡിറ്റ് സൈഡിലാണ്. പേയ്മെൻ്റ് എല്ലാം ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. പിന്നെ പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് അതും ക്രെഡിറ്റ് സൈഡിൽ എഴുതും. പിന്നെ ബാലൻസ് നമുക്കറിയാം ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പം ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ഡെബിറ്റ് സൈഡിലും ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലുമാണ് വരുന്നത്. ഇതെന്ത് ബാലൻസ് ആണ്? 31 മാർച്ച് 2020 ബാലൻസ് ആണ്. അപ്പോൾ ഇത് ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പം ക്യാഷ് ബുക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്, ക്രെഡിറ്റ് സൈഡിൽ. ഇനി റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഇതെന്താണ്? ക്യാഷ് കിട്ടിയതാണ്, റെസിപ്റ്റ് സൈഡിലാണ്. കിട്ടിയതാവുമ്പോൾ എന്താണ്? ഡെബിറ്റ് സൈഡിൽ ക്യാഷ് സെയിൽസ് മീൻസ് ക്യാഷിന് ഗുഡ്സ് വിറ്റതാണ്. അപ്പോഴും എന്താണ്? ക്യാഷ് കിട്ടിയതായിരിക്കും. ഇത് രണ്ടും മാത്രമേ എന്തുള്ളൂ? ക്യാഷ് കിട്ടിയതായിട്ട് കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? ക്യാഷ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിലേക്ക് ക്രെഡിറ്റ് എന്ന് മാർക്ക് ചെയ്തതെല്ലാം ക്രെഡിറ്റ് സൈഡിലും കിട്ടിയത് എല്ലാം എന്തും ഡെബിറ്റ് സൈഡിലും മാറ്റി എഴുതണം. ക്യാഷ് ബുക്കിൽ ക്യാഷ് കിട്ടിയതെല്ലാം ഏത് സൈഡിൽ എഴുതി? ഡെബിറ്റ് സൈഡിൽ എഴുതി. ക്യാഷ് കൊടുത്തതെല്ലാം പേയ്മെൻ്റ് എല്ലാം ഏത് സൈഡിലും എഴുതി? ക്രെഡിറ്റ് സൈഡിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യാം. ഇത് കൂടുതലുള്ള സൈഡാണ് നമ്മൾ ടോട്ടലായിട്ട് എടുക്കേണ്ടത്. ഇത് ഓരോ സൈഡും കൂട്ടി നോക്കിയാൽ അറിയാം ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. 40,000 ആണ് ഡെബിറ്റ് സൈഡ് ടോട്ടൽ. അത് തന്നെ ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റിയത് 40,000. ഇനി എന്ത് ചെയ്യണം? ഈ ടോട്ടലിൽ നിന്നും ക്രെഡിറ്റ് സൈഡിലെല്ലാം മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാലൻസ് കിട്ടും. ബാലൻസ് എത്രയാണ്? ഈ സൈഡിലാണ് ബാലൻസ് കിട്ടുന്നത്. 4,000ൻ്റെ കുറവുണ്ടാവും. 4,000 ഈ 4,000 നമ്മൾ ഇവിടെയല്ല എഴുതേണ്ടത്. അതായത് ക്യാഷ് ബുക്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഫസ്റ്റിലാണ് വരേണ്ടത്. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഇവിടെയും ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ഇവിടെയും. ക്യാഷ് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ് അധികവും ഉണ്ടാവാറ്. എന്നാൽ ഓവർ ഡ്രാഫ്റ്റ് ആവുന്ന സമയത്താണ്, കയ്യിൽ ക്യാഷ് ഇല്ലാതെ വരുന്ന കേസിലാണ് ക്രെഡിറ്റ് സൈഡിലേക്ക് ബാലൻസ് പോവുക. ഓപ്പണിങ്ങിൽ ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലായിരിക്കും വരേണ്ടത്. ഇവിടെ നമ്മൾ ശരിക്കും ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ ഈ സൈഡാണ് കൂടുതലാവേണ്ടത്.
അപ്പം നമുക്ക് ഏതൊക്കെയാണോ നമ്മൾ ഏത് സൈഡിലാണോ ബാലൻസ് വരുന്നുള്ളത് നോക്കണം ബാലൻസ് നമുക്ക് ഈ സൈഡ് കൂടുതലുള്ളത് ഏതാണ്? ഡെബിറ്റ് സൈഡാണ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് ബാലൻസ് കിട്ടുന്നത് എത്രയായിരിക്കും? 4000 ആയിരിക്കും ബാലൻസ്. നമ്മൾ ഓപ്പണിങ്ങിൽ ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് കാണാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മുകളിലേക്ക് ബാലൻസ് എഴുതിയിട്ടുള്ളത്. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ. ബാലൻസ് ബ്രോഡ് ഡൗൺ ഇതെന്താണ്? ബാലൻസിങ് ഫിഗർ ആണ്. ബാലൻസിങ് ഫിഗർ ഇതെന്താണ്? ഓവർ ഡ്രാഫ്റ്റ് ആണത്. മനസ്സിലാവാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നതെങ്കിൽ എന്തായിരിക്കും? ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. ഡെബിറ്റ് സൈഡിലാണെങ്കിൽ എന്തായിരിക്കും? അതായത് ക്യാഷ് കയ്യിൽ കൂടുതലാണെങ്കിൽ ഡെബിറ്റ് സൈഡിലായിരിക്കും വരുന്നത്. അപ്പം അവിടെ എന്തായിരിക്കും? ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കില്ല വരുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് വരുന്ന സമയത്ത് ഓവർ ഡ്രാഫ്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. 4000 അതാണ് ക്യാഷ് ബുക്ക് ബാലൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഓപ്പണിംഗ് ക്യാഷ് ഇൻ ഹാൻഡ്, ഓപ്പണിംഗ് ക്യാഷിൽ എന്താണ് നമ്മൾ ശരിക്കും ഓപ്പണിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് ബാലൻസ് ഉണ്ടെങ്കിൽ വരേണ്ടത്. ഇത് ക്രെഡിറ്റ് സൈഡിലാണ് വന്നത്. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം? നമുക്കറിയാം ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്. അസറ്റിന് എപ്പോഴും എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് ബാലൻസ് എഴുതാറ്. എന്നാൽ ഇത് നമ്മൾ ചെയ്ത് കിട്ടിയ സമയത്ത് ക്രെഡിറ്റിലാണ് ബാലൻസ് വന്നത്. ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് വരുമ്പം ഓർത്ത് വെക്കേണ്ടത് അത് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ക്യാഷ് ഇത്രയും കുറവ് ഉണ്ടായിരുന്നു ഓപ്പണിങ്ങിൽ. അതാണ് ക്യാഷ് ബുക്ക് ചെയ്ത സമയത്ത് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? പർച്ചേസ് കാണണം, അതേപോലെ സെയിൽസും. നമുക്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ പർച്ചേസും സെയിൽസും എല്ലാം കിട്ടണം. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്കറിയാം. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫോമാറ്റിൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് വരേണ്ടതെന്ന്. ഇനി നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണാൻ വേണ്ടിയിട്ട് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ചെയ്യാൻ ഈസിയാണ്. അപ്പം നമുക്ക് രണ്ട് ഓപ്പണിങ്ങിലുള്ളതും ക്ലോസിങ്ങിലുള്ളതും തന്നിട്ടുണ്ട്. ഓപ്പണിങ്ങിലുള്ള എമൗണ്ടുകളെ മാത്രം എടുത്തുകൊണ്ട് അസറ്റും ലയബിലിറ്റീസും വേർതിരിച്ച് എഴുതിയാൽ മാത്രം മതി. അപ്പം അസറ്റും ലയബിലിറ്റീസും വേർതിരിച്ച് എഴുതുക ഓപ്പണിങ്ങിലുള്ള എമൗണ്ടുകൾ വെച്ചുകൊണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണാൻ വേണ്ടിയിട്ട് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ്. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ ഓപ്പണിങ്ങിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുത്താൽ മതി. ഇത് അസറ്റും ലയബിലിറ്റീസും വേർതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ഇൻ ഹാൻഡ് അസറ്റ് ആയിരിക്കും. നമുക്കിവിടെ അടയാളപ്പെടുത്താം, അസറ്റാണ്. അതേപോലെ ക്രെഡിറ്റേഴ്സ് എന്താണ്? ലയബിലിറ്റി ആണ്. ഡെപ്റ്റേഴ്സ് എന്താണ്? അസറ്റാണ്. ഫർണിച്ചർ അസറ്റാണ്. ഓഫീസ് പ്രമിസസും അസറ്റാണ്. അപ്പം ഏതൊക്കെയാണ് അസറ്റ് സൈഡിൽ വരുന്നത് നോക്കണം. ഓഫീസ് പ്രമിസസും ഫർണിച്ചറും ഡെപ്റ്റേഴ്സും സ്റ്റോക്ക് ഇൻ ഹാൻഡും അസറ്റ് സൈഡിൽ വരും. ക്രെഡിറ്റേഴ്സ് എന്തുവാണ്? ഈ ഇതിലുള്ളത് ലയബിലിറ്റി സൈഡിലും. ഇനി അതൊന്ന് നമുക്ക് ഇതിലേക്ക് മാറ്റി എഴുതാം. അപ്പം ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ സ്റ്റോക്ക് ഇൻ ഹാൻഡ്, ഡെപ്റ്റേഴ്സ്, ഫർണിച്ചർ, ഓഫീസ് പ്രമിസസ്. അസറ്റ് മീൻസ് അസറ്റും ലയബിലിറ്റിയും എഴുതുന്ന ബാലൻസ് ഷീറ്റിൻ്റെ അതേ ഫോമാറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിന്. അപ്പം അസറ്റുകളെല്ലാം ഈ റൈറ്റ് സൈഡിൽ എഴുതും, ലയബിലിറ്റീസ് എല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ലയബിലിറ്റീസ് നമ്മൾ ക്രെഡിറ്റേഴ്സ് മാത്രമാണ് ഇതിൽ കണ്ടിട്ടുള്ളത്. അതേപോലെ നമുക്ക് എന്താണ്? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണല്ലോ. അപ്പോൾ ഓപ്പണിങ്ങിൽ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ടെങ്കിൽ അതും ഇവിടെ എഴുതണം. അപ്പം നമ്മൾ ഈ ക്യാഷ് ബുക്ക് ചെയ്തിട്ട് കണ്ടെത്തിയത് എന്താണ്? ഓപ്പണിംഗ് ക്യാഷ് ആണ്. ഓപ്പണിംഗ് ക്യാഷ് ഇത് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഓവർ ഡ്രാഫ്റ്റ് ആവുന്ന സമയത്ത് എന്താണത്? കയ്യിൽ ക്യാഷുള്ള അങ്ങോട്ട് കൊടുക്കാനാണെന്നാണ് മീനിങ്. അപ്പം എന്തായിരിക്കും? ലയബിലിറ്റി ആയിരിക്കും. അതുകൊണ്ട് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് വന്നതെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ അസറ്റ് സൈഡിലായിരുന്നു ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. എന്നാൽ ഇവിടെ എന്താണ്? ഓപ്പണിംഗ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടാണ് എന്തെടുക്കുന്നത്? ഈ 4000 എടുക്കുന്നത്. കാരണം മനസ്സിലാക്കുക, ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ടാണ് ലയബിലിറ്റി സൈഡിലേക്ക് വന്നത്. ഓപ്പണിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലായിരുന്നു, അസറ്റ് സൈഡിലായിരുന്നു വരുന്നത്. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. കൂടുതലുള്ള സൈഡ് ഏതാണ് നോക്കണം. എന്നിട്ട് നമുക്ക് ക്രെഡിറ്റ് സൈഡാണ് കൂടുതലുള്ളത്, 47,000. അത് തന്നെ നമ്മൾ എന്ത് എഴുതുന്നു? ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതുന്നു. എന്നിട്ട് എന്ത്? 47,000 നിന്നും ഈ രണ്ട് എമൗണ്ടും മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 35,000.
ഇതാണ് എന്ത് ബാലൻസിങ് ഫിഗർ. എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ക്യാപിറ്റൽ ബാലൻസിങ് ഫിഗർ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓൺ 1st April 2019 ടു ഫൈൻഡ് ഔട്ട് ദി ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇത് ഓപ്പണിംഗ് ആണ്. ഡേറ്റ് നോക്കിയിട്ട് മനസ്സിലാക്കണം ഓപ്പണിംഗ് ആണോ ക്ലോസിംഗ് ആണോ എന്നുള്ളത്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും എന്ത് ചെയ്തു നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓപ്പണിംഗ് ക്യാപിറ്റലും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. ഇനി ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിലുള്ളത് നോക്കാം. ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിൻ്റെത് ഓപ്പണിംഗ് ബാലൻസും തന്നു, ക്ലോസിംഗ് ബാലൻസും തന്നു. ഡെപ്റ്റേഴ്സിൻ്റെതും അതേപോലെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൽ നിന്നും ക്യാഷ് കിട്ടിയതുണ്ട്. അതേപോലെ പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് നടത്തിയതും ഇത് പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സും റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സും അതേപോലെ ഡെപ്റ്റേഴ്സിൻ്റെതും ക്രെഡിറ്റേഴ്സിൻ്റെതും ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണ് ഡെപ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും പ്രിപ്പറേഷൻ പഠിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ നോക്കിയതാണ് ഡെപ്റ്റേഴ്സ് എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലും ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലും. പിന്നെ ഡെപ്റ്റേഴ്സ് കുറയുന്നതെല്ലാം, അതായത് ഡെപ്റ്റേഴ്സിൽ നിന്നും ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എഴുതണം എന്നൊക്കെ നമ്മൾ പഠിച്ചതൊന്ന് ചെയ്ത് നോക്കാം. ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ടു ഓപ്പണിംഗ് ബാലൻസ് 22,000. നമുക്കറിയാം ഓപ്പണിംഗ് ബാലൻസ് ഏതാണ്, 22,000 ആണ്. പിന്നെ ക്ലോസിംഗ് ബാലൻസ് 30,000 ആണ്. അപ്പം ക്ലോസിംഗ് ബാലൻസ് നമുക്ക് എഴുതി വെക്കാം. ക്ലോസിംഗ് ബാലൻസ് 30,000. നമ്മൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ഉണ്ട് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും 30,000. ഇനി നമ്മൾ ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ്, റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സിൽ നിന്നും ക്യാഷ് കിട്ടിയതാണ്. നമ്മൾ പറഞ്ഞു ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെപ്റ്റേഴ്സ് കുറയും. ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിലാണെങ്കിൽ ഈ ഡെപ്റ്റേഴ്സ് കുറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ്, ക്രെഡിറ്റ് സൈഡിലേക്കാണ് വരുന്നത്. അതിൻ്റെ ഫോമാറ്റ് നോക്കിയാലും മനസ്സിലാവും. ബൈ ക്യാഷ്, ക്യാഷ് റിസീവ്ഡ്. കാരണം ഇത്രയും ക്യാഷ് കിട്ടാനുണ്ട് എന്നാണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ട്. അത് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് കുറയും. അതുകൊണ്ടാണ് ക്യാഷ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ക്യാഷ് എത്രയാണ്, ക്യാഷ് റിസീവ്ഡ് 25,000. ഇത്രയുമാണ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ എഴുതാനുള്ളത്. അതായത് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ക്യാഷ് കിട്ടിയതും. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യാം. $55,000 ടോട്ടൽ കിട്ടും. ആ 55,000 ഇവിടെ എഴുതിയിട്ട് എന്ത് ചെയ്യാം, ഇതിൽ നിന്നും ഈ 22,000 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 33,000. ഇതായിരിക്കും ബാലൻസിങ് ഫിഗർ. ഇത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ക്രെഡിറ്റ് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇപ്പം ബ്രാക്കറ്റിൽ നമുക്ക് എഴുതാം ക്രെഡിറ്റ് സെയിൽസ് ആണ്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വെറും ക്രെഡിറ്റ് സെയിൽസ് അല്ല എഴുതുന്നത്, എന്താണ്, ടോട്ടൽ സെയിൽസ് ആണ്. ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും കൂടിയതാണ് എന്ത്, ടോട്ടൽ സെയിൽസ്. അപ്പോൾ ടോട്ടൽ സെയിൽസ് ഈസ് ഈക്വൽ, ടോട്ടൽ സെയിൽസ് ആണ് നമുക്ക് വേണ്ടത്. ക്യാഷ് സെയിൽസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസോ മാത്രമല്ല, ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. അപ്പം ക്യാഷ് സെയിൽസ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്, ക്യാഷ് സെയിൽസ് 15,000 ആണ്. അപ്പം ക്യാഷ് സെയിൽസ് 15,000 പ്ലസ് ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് 33,000 ഈസ് ഈക്വൽ ടു 48,000 ആണ്. എന്ത്, നമ്മൾ ഫൈനൽ അക്കൗണ്ടിലേക്ക് എടുക്കേണ്ട സെയിൽസ് 48,000 ആണ്. ഇനി അതേപോലെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 8,000 ക്ലോസിംഗ് ബാലൻസ് 5,500 ആയിരിക്കും. അപ്പം ഓപ്പണിംഗ് ഉള്ളത് ക്രെഡിറ്റേഴ്സിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് വരുന്നത്. ഈ 8,000 ക്രെഡിറ്റ് സൈഡിലും എടുക്കാം,
ഈ 5500 ഡെബിറ്റ് സൈഡിലും എടുക്കാം. ഇനി ക്രെഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ളത് പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സാണ്. ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് ക്യാഷ് കൊടുക്കുമ്പം തീർച്ചയായിട്ടും ക്രെഡിറ്റേഴ്സ് എമൗണ്ട് കുറയും. ക്രെഡിറ്റേഴ്സ് എമൗണ്ട് കുറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെപ്റ്റേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അപ്പം ഡെപ്റ്റേഴ്സ് കുറയുമ്പോൾ നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എടുത്തെങ്കിൽ ക്രെഡിറ്റേഴ്സ് കുറയുമ്പം ക്രെഡിറ്റേഴ്സിൻ്റെ ഡെബിറ്റ് സൈഡിൽ എടുക്കണം. ഇനി അതും നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതി നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റിലാണ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെത് വരുന്നത്. ബൈ ഓപ്പണിംഗ് 8000. പിന്നെ അതേപോലെ ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് 15,000. അതേപോലെ ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 5,500. ഇത് നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ബാലൻസ് ചെയ്തതുപോലെ കൂടുതലുള്ള സൈഡ് ആദ്യം എഴുതുന്നു. 20,500 അത് ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതുന്നു. എന്നിട്ട് ഇതിൽ നിന്നും ഈ 8,000 മൈനസ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും? 12,500 ആയിരിക്കും. ഇതെന്തായിരിക്കും? ക്രെഡിറ്റ് പർച്ചേസ് ആയിരിക്കും. ക്രെഡിറ്റ് പർച്ചേസ്. ക്യാഷ് പർച്ചേസ് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതുകൊണ്ട് ടോട്ടൽ പർച്ചേസ് ആയിട്ട് എന്ത് തന്നെ എടുക്കാം? ഇവിടെ ക്യാഷ് പർച്ചേസ് ഇല്ലാത്തത് കൊണ്ട് ക്രെഡിറ്റ് പർച്ചേസ് തന്നെയായിരിക്കും എന്ത്? ടോട്ടൽ പർച്ചേസ്. അപ്പം നമ്മൾ ഫൈനൽ അക്കൗണ്ട് ചെയ്യാനുള്ള ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്തൊക്കെ നമ്മൾ കണ്ടെത്തി? ക്യാഷ് ബാലൻസ് കാണാൻ വേണ്ടിയിട്ട് ക്യാഷ് അനാലിസിസ് എല്ലാം തന്നതുകൊണ്ട് നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തു. അത് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് തന്നതുകൊണ്ട് ഓവർ ഡ്രാഫ്റ്റ് ആണെന്ന് മനസ്സിലാക്കി. പിന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടാൻ വേണ്ടിയിട്ട് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തു. ഓപ്പണിംഗിലുള്ള എമൗണ്ട് മാത്രം അസറ്റ്സും ലയബിലിറ്റീസും വേർതിരിച്ചിട്ട് ഇപ്പോൾ ക്യാപിറ്റൽ 35,000 കിട്ടി. പിന്നെ ക്രെഡിറ്റ് സെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ക്രെഡിറ്റ് സെയിൽസ് എത്ര കിട്ടി? 33,000 ക്രെഡിറ്റ് സെയിൽസ് കിട്ടി. ക്രെഡിറ്റ് സെയിൽസ് 33,000. അപ്പോൾ ക്യാഷ് സെയിൽസും നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നത് കൊണ്ട് രണ്ട് സെയിൽസും കൂടി കൂട്ടിയിട്ട് ടോട്ടൽ സെയിൽസ് 48,000 കിട്ടി. പിന്നെ ക്രെഡിറ്റ് പർച്ചേസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. അപ്പം ക്രെഡിറ്റ് പർച്ചേസ് 12,500 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫൈനൽ അക്കൗണ്ടിലേക്ക് കിടക്കാം. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റാണ്. അപ്പം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആദ്യം പ്രിപ്പയർ ചെയ്യാം. ഇതിൻ്റെ ഫോമാറ്റൊക്കെ ശരിക്കും അറിയാവുന്നതായിരിക്കും. അപ്പം ആദ്യം എഴുതുന്നത് നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിലെ ഫസ്റ്റ് ഐറ്റം എന്തായിരിക്കും? ടു ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഇതാണ് എന്ത്? ഓപ്പണിംഗ് സ്റ്റോക്ക്. ഇത് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലുമാണ് വരുന്നത്. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് 9,000. ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ എന്താ എടുക്കേണ്ടത്? പർച്ചേസ്. ഇതൊരു ഫോമാറ്റ് തന്നെയാണ് ഫൈനൽ അക്കൗണ്ടിൻ്റെ. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പർച്ചേസ് നമ്മൾ കണ്ടത് എത്രയാണ്? ക്രെഡിറ്റ് പർച്ചേസ് മാത്രമേ ഉള്ളൂ. പർച്ചേസ് കണ്ടത് 12,500 ആണ്. പർച്ചേസ് 12,500. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്. ഇനി പർച്ചേസിൽ നിന്ന് റിട്ടേൺ ഒക്കെ ഉണ്ടെങ്കിലാണ് ഇവിടെ കുറച്ചിട്ട് എഴുതേണ്ടത്. അത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഇനി അതേപോലെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ബൈ സെയിൽസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ടോട്ടൽ സെയിൽസ് ആണ് എടുക്കേണ്ടത്. ഇത് ക്യാഷ് സെയിൽസും ഇത് ക്രെഡിറ്റ് സെയിൽസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കണ്ടെത്തിയതും 48,000 ആയിരിക്കും. സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ ഇവിടെ എഴുതിയിട്ട് കുറച്ചിട്ട് വേണം മാറ്റി എഴുതാൻ. 48,000. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് നമുക്കറിയാം. ഈ സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് തന്നെയാണ്. ഇത് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും 10,220. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഐറ്റം എല്ലാം കഴിഞ്ഞു. ഈ ഒരു ഫോമാറ്റ് ഓർത്ത് വെക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്. ഇനി എന്തെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ, അതേപോലെ ക്യാരിയേജ് ഇൻവേർഡോ വേജസോ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കണം. നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ അതൊന്നും ഇല്ല. പിന്നെ ബൈ സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കിട്ടുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കും എന്ത്? ഗ്രോസ് പ്രോഫിറ്റ്. ഇപ്പം ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് ഏത് സൈഡാണ് കൂടുതലുള്ളത് നോക്കണം.
ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലുള്ളത്. 58,220 അത് തന്നെ എന്ത് എഴുതുക, ഡെബിറ്റ് സൈഡിലേക്കും മാറ്റി എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൽ നിന്നും ഡെബിറ്റ് സൈഡിലെ 9,000ഉം 12,500 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 36,720 കിട്ടും. ഇതായിരിക്കും എന്ത്, ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് കുറവുള്ള സൈഡിൽ സി ബാർ ഡി എന്നാണ് ഇത്. ഇനി അത് നമ്മൾ എന്ത് ചെയ്യണം, ഫോർവേഡ് ചെയ്യണം. അത് ഇവിടെ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഈ എമൗണ്ട് മാറ്റി എഴുതുന്നു. അപ്പം ഇത്രയും ട്രേഡിംഗ് അക്കൗണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും. ക്രെഡിറ്റ് സൈഡിൽ ഇത് മാത്രമേ വരുന്നുള്ളൂ, സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും. സെയിൽസിൽ നിന്ന് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കും. ഇത്രയും ചെയ്താൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് ഫോർവേഡ് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്കറിയാം എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് സൈഡിലും ഇൻകംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലുമാണ് എടുക്കുന്നത്. അതായത് ബിസിനസ്സിലേക്ക് വരുമാനം കിട്ടുന്നതെല്ലാം ക്രെഡിറ്റ് സൈഡിലും, എന്തൊക്കെ ചിലവാകുന്നുണ്ടോ അതെല്ലാം ഡെബിറ്റ് സൈഡിലും. ഈ എക്സ്പെൻസും ഇൻകവും നമുക്ക് ഈ ക്യാഷ് ബുക്ക് അനാലിസിസിൽ തന്നെ കുറേ എക്സ്പെൻസും ഇൻകവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇതൊക്കെ എന്താണ്, ഇൻട്രസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് ആണ്, കൊടുത്തതാണ്. അതേപോലെ ഡ്രോയിങ്സ് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് എടുക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലല്ല, ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതാണ്. പിന്നെ സ്റ്റാഫ് സാലറീസ് എടുക്കും. അപ്പം നമ്മൾ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്താം, ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പിന്നെ പേഴ്സണൽ വിഡ്രോവൽസ് എന്താണിത്, ബാലൻസ് ഷീറ്റിലാണ്. സാലറീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതേപോലെ അതർ ബിസിനസ് എക്സ്പെൻസ്, ഇതും എക്സ്പെൻസുകളെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ്. പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്, അത് നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ക്രെഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ലയബിലിറ്റിയുമായി. അത് നമ്മൾ ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും ഒന്നുമായിട്ടുള്ളത് എടുക്കേണ്ട. പിന്നെ ക്യാഷ് സെയിൽസ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഇവിടെ സെയിൽസ് അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്, അതായത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതിൽ തന്നിട്ടുള്ള എക്സ്പെൻസുകൾ ഇൻട്രസ്റ്റ്, പിന്നെ സാലറീസ് 8,500, പിന്നെ എക്സ്പെൻസ് അതർ എക്സ്പെൻസസ് 7,900. പിന്നെ നമ്മൾ ഇപ്പോൾ ഇതിലുള്ള എക്സ്പെൻസുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ 3 എണ്ണയുള്ളൂ. ഇൻട്രസ്റ്റ് ചാർജസും അതേപോലെ സാലറീസും പിന്നെ അതർ ബിസിനസ് എക്സ്പെൻസും. പിന്നെ നമ്മൾ ഇതെല്ലാം അസറ്റും ലയബിലിറ്റീസുമാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വരില്ല. ഇവിടെ നമ്മൾ നോക്കണം എന്തൊക്കെയാണ്. നമുക്കറിയാം അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്ന എല്ലാ കാര്യങ്ങളും 2 സ്ഥലത്ത് എടുക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും എടുക്കണം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്ന ഓരോ കാര്യങ്ങളും. ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കേണ്ടതാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കുക, അധികവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കേണ്ടതായിരിക്കും ഉണ്ടാവുന്നത്. അതേപോലെ ബാലൻസ് ഷീറ്റിലും എടുക്കണം. അത് മനസ്സിലാക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്ന ഓരോ ഒരു ഡിപ്രീസിയേഷനാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നതെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കണം, അതേപോലെ ബാലൻസ് ഷീറ്റിലും കാണിക്കും. ഇവിടെ നമ്മൾ നോക്കണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എങ്ങനെയൊക്കെ വരുന്നുള്ളത്. പ്രൊവൈഡ് 5% ഇൻട്രസ്റ്റ് എക്സ് ഓൺ ക്യാപിറ്റൽ ഓൺ 1 April 2019 എന്ന് പറഞ്ഞു. ഇതെന്താണ്, ക്യാപിറ്റലിൻ്റെ മുകളിലെ ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കണം. പിന്നെ അത് എക്സ്പെൻസ് ആണ്. പിന്നെ പ്രൊവൈഡ് ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് 1,500. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് 35,000. നമുക്ക് നോക്കാം 35,000 അല്ലേ എന്നുള്ളത്. ഇവിടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 35,000 ആണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഈ 35,000ൻ്റെ 5% ആണ് ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. 35,000 ഇൻറ്റു 5%. 35,000ൻ്റെ 5% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,750 ഉണ്ടാവും. പിന്നെ അതേപോലെ പ്രൊവിഷൻ ഫോർ
ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. ഈ പ്രൊവിഷനൊക്കെ നമുക്ക് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ക്ലാസ്സുകളും ഒരു 3-4 ക്ലാസ് ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ക്ലാസ്സുകളെല്ലാം നമ്മൾ ചെയ്തതാണ്. ഇതൊക്കെ ഡൗട്ടുള്ളവർ ആ ക്ലാസ് നന്നായിട്ട് കേൾക്കണം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സും പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നതാണ്. എക്സ്പെൻസാണ് 1500. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ 5% ഡിപ്രീസിയേഷൻ തേയ്മാനവും എക്സ്പെൻസ് ആക്കിയിട്ടാണ് കൂട്ടുന്നത്. ഡിപ്രീസിയേഷൻ ഓഫ് ഓൾ ഫിക്സഡ് അസറ്റ്സ്, നമ്മൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഫിക്സഡ് അസറ്റ്സ് ഉണ്ടോ അതിൻ്റെ മുകളിലെല്ലാം 5% ഡിപ്രീസിയേഷൻ കാണണം. അപ്പം എന്തൊക്കെ അസറ്റ്സുകളുണ്ട്? ഫർണിച്ചർ ഉണ്ട്, അതേപോലെ ഓഫീസ് പ്രമിസസും. ഈ 2 അസറ്റുകളുടെയും മുകളിൽ 5%. ഈ അസറ്റുകൾക്ക് ഓപ്പണിങ്ങിലും ക്ലോസിങ്ങിലും സെയിം എമൗണ്ട് ആണ് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി സെപ്പറേറ്റ് എമൗണ്ട് ആണെങ്കിലും ക്ലോസിംഗ് ഡേറ്റിലുള്ള എമൗണ്ട് മാത്രം നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ പെർസെൻറ്റേജ് കണ്ടാൽ മതി. അപ്പോൾ ഫർണിച്ചറിന് 1000ൻ്റെ 5% ഡിപ്രീസിയേഷൻ കാണണം. ഓഫീസ് പ്രമിസസിന് 15,000ൻ്റെ 5%ഉം കാണണം. അപ്പം പ്രൊവിഷന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിപ്രീസിയേഷൻ നോക്കാം. ഡിപ്രീസിയേഷൻ ഫർണിച്ചറും അതേപോലെ പ്രമിസസും. ഫർണിച്ചറിൻ്റെത് 1000ൻ്റെ മുകളിലായിരിക്കും 5% കാണേണ്ടത്. എന്നാൽ പ്രമിസസിന് ലാസ്റ്റ് എമൗണ്ട് മാത്രം നോക്കിയാൽ മതി. 15,000ൻ്റെ ഇൻറ്റു 5%, അതായത് 5/100 ചെയ്താൽ മതി. ഇൻറ്റു ഇത് വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ 5/100 ചെയ്യുക. ഇവിടെ 1000 ഇൻറ്റു 5/100 750 ഉണ്ടാവും. ഇത്രയാണ് നമ്മളെ. ഇനി നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ വേറെ എന്താ തന്നിട്ടുള്ളത്? 5% ഓൺ ഗ്രൂപ്പ് കമ്മീഷൻ ടു സ്റ്റാഫ് ആസ് ടു ബി പ്രൊവൈഡഡ് ഫോർ. ഇനി നമുക്ക് ഇനി ബാലൻസ് ചെയ്ത് കിട്ടുന്ന ഒരു നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവും. നെറ്റ് പ്രോഫിറ്റ് ശരിക്കും നെറ്റ് പ്രോഫിറ്റ് ആവണമെങ്കിൽ കമ്മീഷനും കൂടി കൊടുത്തതിൻ്റെ ശേഷമായിരിക്കും. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടുന്ന ബാലൻസിൻ്റെ മുകളിൽ എന്ത് കാണണം? 5% കാണണം. അത് കമ്മീഷൻ കൊടുക്കുന്നതായിട്ട് കാണിക്കുകയും വേണം. അപ്പം നമ്മൾ നോക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഒന്നും എഴുതാനില്ല. അതായത് ഇൻകം കിട്ടിയതായിട്ടൊന്നും കാണിക്കുന്നില്ല. എക്സ്പെൻസുകൾ മാത്രമാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്താൽ മതി കമ്മീഷൻ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കമ്മീഷൻ കാണാൻ വേണ്ടിയിട്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് സൈഡിൽ 36,720 നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് കാണിക്കാം 36,20 നിന്നും ഈ ഡെബിറ്റ് സൈഡിലുള്ള എമൗണ്ടുകളെല്ലാം മൈനസ് ചെയ്യണം. ഈ എമൗണ്ടുകളെല്ലാം മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത് നോക്കണം. അത് ഈ എക്സ്പെൻസുകളെല്ലാം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഈ എമൗണ്ട് ആയിരിക്കും വരുന്നത്. അപ്പം 16,170 ആയിരിക്കും ബാലൻസ് കിട്ടുന്നത്. അതായത് ക്രെഡിറ്റ് സൈഡിലുള്ളതിൽ നിന്നും എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ, അതിൽ നിന്ന് ഈ എക്സ്പെൻസുകളെല്ലാം മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന എമൗണ്ടാണ് ഈ 20,550 എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ ഡെബിറ്റ് സൈഡ് നമുക്ക് ഇത്രയും ബാലൻസ് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കമ്മീഷൻ കാണേണ്ടത്. ഇൻറ്റു 5% ആണ് കമ്മീഷൻ. ഈ 5% കാണുന്നതിൻ്റെ മുന്നേ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കണം. ആഫ്റ്റർ മീറ്റിംഗ്, നമ്മൾ ബിഫോർ കമ്മീഷൻ കാണുന്നതും നമ്മൾ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ്. ബിഫോർ മീറ്റിംഗ്, ആഫ്റ്റർ മീറ്റിംഗ് രണ്ടും നമുക്ക് തരും. ബിഫോർ സച്ച് കമ്മീഷനും ആഫ്റ്റർ സച്ച് കമ്മീഷനും. ബിഫോർ ആണെങ്കിൽ 5/100 ചെയ്താൽ മതി. ഇവിടെ ആഫ്റ്റർ സച്ച് കമ്മീഷൻ ആയതുകൊണ്ട് 5/105 ആണ് ചെയ്യേണ്ടത്. അപ്പം ഇത് നോക്കിയിട്ടാണ് നമ്മൾ 5/100 ആണോ 5/105 ആണോ നോക്കുന്നത്. ഇപ്പം 105 ആണ് എടുക്കേണ്ടത്. അപ്പം കമ്മീഷൻ 770 ആയിരിക്കും കിട്ടുന്നത് കമ്മീഷൻ. അപ്പം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കമ്മീഷൻ കാണിക്കേണ്ടത്. കമ്മീഷൻ 770. കമ്മീഷൻ കിട്ടിയത് മനസ്സിലാക്കണം. നിങ്ങൾ ഡെബിറ്റ് സൈഡിൽ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടാണ് ഈ എമൗണ്ട്.
ഇതിൻ്റെ മുകളിൽ എത്ര ശതമാനം കണ്ടു? 5% ആണ് കമ്മീഷന്. ആഫ്റ്റർ എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് 5/105 ആണ് നമ്മൾ കണ്ടത്, 5/100 അല്ല. അങ്ങനെ ചെയ്ത സമയത്ത് കിട്ടിയതാണ് 770. അപ്പം നമ്മൾ കമ്മീഷനും എഴുതി. ഇനി എന്ത് ചെയ്യാം? നെറ്റ് പ്രോഫിറ്റ് കാണാം. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഇനി അതിൽ നിന്നും 770 മൈനസ് ചെയ്താലും നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഇനി എന്ത് ചെയ്യാം? ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ, അത് ഡെബിറ്റ് സൈഡിലേക്ക് എഴുതി. ഇതിൽ നിന്നും ഈ ഭാഗത്തുള്ളതെല്ലാം മൈനസ് ചെയ്ത് കിട്ടുന്ന ബാലൻസ് ആയിരിക്കും നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത് 15,400 ആയിരിക്കും നെറ്റ് പ്രോഫിറ്റ്. 15,400 ആയിരിക്കും നെറ്റ് പ്രോഫിറ്റ്. ഇതാണ് നമ്മൾ ഇനി ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുന്ന പ്രോഫിറ്റ്. അപ്പം ഇത്രയാണ് നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്തത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇത്ര മാത്രമേ വരുന്നുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസുകളെല്ലാം എഴുതി. ഇൻകംസ് ഒന്നും തന്നിട്ടില്ല. കമ്മീഷൻ റിസീവ്ഡ് എന്നോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്നൊക്കെ പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അതായത് ഇൻകം കിട്ടുകയാണെങ്കിൽ കിട്ടുന്നതെല്ലാം ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഇതെല്ലാം എക്സ്പെൻസുകൾ മാത്രമാണ്, അതുകൊണ്ടാണ് ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ടുള്ളത്. ഇത് ബാലൻസ് ചെയ്തു. ഫസ്റ്റ് കമ്മീഷൻ ഉള്ളത് കൊണ്ട് കമ്മീഷൻ ഇത്ര പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യം ബാലൻസ് ചെയ്തതിൻ്റെ മുകളിൽ 5% കമ്മീഷൻ കണ്ടു, അത് നമ്മൾ എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? നെറ്റ് പ്രോഫിറ്റ് കണ്ടു. ഇതിൽ നിന്നും ഈ സൈഡിലുള്ളതെല്ലാം മൈനസ് ചെയ്ത സമയത്ത് കിട്ടിയതാണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റും കൂടെയാണ് ചെയ്യാനുള്ളത്. ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റ് നമുക്കറിയാം, അസറ്റ്സും ലയബിലിറ്റീസുമാണ്. ഇനി എന്തൊക്കെ അസറ്റ്സുകൾ? അസറ്റ് എഴുതുന്ന സമയത്ത് ഓപ്പണിങ്ങുള്ള അസറ്റ്സും ക്ലോസിങ്ങുള്ള അസറ്റ്സും തന്നിട്ടുണ്ടെങ്കിൽ ഫൈനൽ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഈ ക്ലോസിംഗ് ഡേറ്റിലുള്ളത് മാത്രം എഴുതിയാൽ മതി. ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഒരു എമൗണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ഓപ്പണിംഗ് ക്യാപിറ്റൽ മാത്രമേ ബാലൻസ് ഷീറ്റിൽ വരികയുള്ളൂ. അത് നമ്മൾ കണ്ടെത്തിയതാണ്. അപ്പം ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വരുന്നത് നോക്കാം. അസറ്റ്സ് ആണ്. അപ്പം അസറ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. സ്റ്റോക്ക് ഉണ്ടാവും അസറ്റിൽ എഴുതാൻ. പിന്നെ ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണെന്നറിയാം. ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് അസറ്റാണ്, ഫേർണിച്ചർ അസറ്റാണ്, ഓഫീസ് പെർമിസസും അസറ്റാണ്. അപ്പം അസറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് എഴുതുക. സ്റ്റോക്ക് ഇൻ ഹാൻഡ്, ഇത് അസറ്റിൻ്റെ ഓർഡറിൽ നമുക്ക് എഴുതാൻ വേണമെങ്കിൽ ആദ്യം അസറ്റ്സുകൾ ആയിട്ട് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. സ്റ്റോക്ക് ഇൻ ഹാൻഡ് എത്രയാണ്? 10,220. പിന്നെ എന്താണ്? ഡെപ്റ്റേഴ്സ്. സ്റ്റോക്ക് ഇൻ ഹാൻഡ് എഴുതി. ഇനി എന്താണ്? ഡെപ്റ്റേഴ്സ് എമൗണ്ട് എത്രയാണ്? 30,000 ആണ്. ഡെപ്റ്റേഴ്സ് നമ്മൾ എഴുതുന്നതിൻ്റെ മുന്നേ ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കണം ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ. ഇവിടെ എന്തുണ്ട്? പ്രൊവൈഡ് 1,500 ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടാക്കടം അല്ലെങ്കിൽ ഡൗട്ടാണ്. അത് ഡെപ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്നും ക്യാഷ് കിട്ടുമോ എന്നുള്ളതിൻ്റെ കൺഫ്യൂഷനുള്ള എമൗണ്ടാണ്. അപ്പോൾ ഈ ഡൗട്ട്ഫുൾ ഡെപ്റ്റേഴ്സുമായിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ന്യൂ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ഡെപ്റ്റേഴ്സിൽ നിന്നും പ്രൊവിഷൻ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഇപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതാം 30,000 ലെസ് പ്രൊവിഷൻ 1,000, അതായത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ആണ്. 1,500, 28,500. പിന്നെ ഉള്ളത് നമുക്കറിയാം ഫർണിച്ചർ ഉണ്ട്, ഓഫീസ് പ്രമിസസ് ഉണ്ട്. ഫർണിച്ചറിൻ്റെ എമൗണ്ടും ഡയറക്റ്റ് നമുക്ക് എത്ര ഫർണിച്ചറിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത്? 1,000 ആണ്. എന്നാൽ 1,000 മൊത്തം ഇങ്ങോട്ട് എഴുതാൻ പാടില്ല. എന്തുണ്ട്? ഡിപ്രീസിയേഷൻ ഉണ്ട്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡ് ഇന്നർ കോളത്തിൽ എഴുതണം. ലെസ് ഡിപ്രീസിയേഷൻ 5% ആയിരുന്നു, 50 ആണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ ആയിട്ട് കാണിച്ച എമൗണ്ടാണ് ഈ യഥാർത്ഥ അസറ്റിൻ്റെ എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത്, 950. അതേപോലെ ഓഫീസ് പ്രമിസസ് എമൗണ്ട് എത്രയാണ്? ഓഫീസ് പ്രമിസസിൻ്റെത് 15,000 ആണ്. അതും ഡിപ്രീസിയേഷൻ ഉള്ളത് കൊണ്ട് ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് എന്ത് ചെയ്യണം? ലെസ് ഡിപ്രീസിയേഷന് കുറയ്ക്കണം. ഡിപ്രീസിയേഷൻ 750 ആണ്. ഇനി നമുക്ക് എന്താണ്? ക്യാഷ് ബാലൻസ് ഉണ്ടോ നോക്കണം. ക്യാഷ് ബാലൻസ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്.
ക്യാഷ് ബാലൻസ്, ലാസ്റ്റ് ക്ലോസിങ്ങിലുള്ള ക്യാഷ് ബാലൻസ്, ക്യാഷ് അറ്റ് ബാങ്കും ക്യാഷ് ഇൻ ഹാൻഡും. അറ്റ് ബാങ്ക് 2425 ബാങ്ക് 70. ഇത് ക്ലോസിംഗ് ഡേറ്റിൽ തന്നതാണ്, അതുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എഴുതണം. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ എൻഡിലുള്ള ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കുമാണ്. ക്യാഷ് ഇൻ ഹാൻഡ് 75 ക്യാഷ് അറ്റ് ബാങ്ക് 2402.5. അപ്പം അസറ്റ് സൈഡിലുള്ളതെല്ലാമായി. ഇനി ലയബിലിറ്റി സൈഡിൽ നോക്കണം. ലയബിലിറ്റി സൈഡിൽ നമുക്കറിയാം ഏതൊക്കെയാണ് വരുന്നത്. ഇതിൽ വരുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എമൗണ്ട് എത്രയാണ്? ക്രെഡിറ്റേഴ്സിൻ്റെ ലാസ്റ്റ് എമൗണ്ട് ഞാൻ പറഞ്ഞു, ലാസ്റ്റ് ഈ ഡേറ്റിലുള്ള എമൗണ്ട് മാത്രം നോക്കിയാൽ മതി. 5500 ആണ് ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട്. 5500. പിന്നെ ക്യാപിറ്റൽ ഏതാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതുന്നത്? ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ചെയ്തിട്ട് കിട്ടിയതാണ് നമുക്ക് ക്യാപിറ്റൽ. ആ ക്യാപിറ്റലിനോടാണ് ഇനി വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം വരുന്നത്. 35,000 ആണ് ക്യാപിറ്റൽ. അതിനോടുകൂടി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ക്യാപിറ്റലിനോട് കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 1750. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇതിൻ്റെ 5% ഇൻട്രസ്റ്റ് കണ്ടതാണ്. ആ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 1750. ഇനിയും ഉണ്ട് അതേപോലെ ആഡ് നെറ്റ് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇപ്പം നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്ത് കിട്ടിയ എമൗണ്ട് ഉണ്ട്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടിയതാണ് നെറ്റ് പ്രോഫിറ്റ്. അതും കൂടി ആഡ് ചെയ്ത് എഴുതണം. നമുക്കറിയാം ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് ലയബിലിറ്റി സൈഡിലുള്ള ഒരു ഫോമാറ്റ് തന്നെയാണിത്. ക്യാപിറ്റലിനോട് കൂടി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ഇനി എന്താണ്? ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് ഡ്രോയിങ്സ്. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഡ്രോയിങ്സ്. പേഴ്സണൽ വിഡ്രോവൽസ് ആണ് എന്ത്? ഡ്രോയിങ്സ് 2000. ഡ്രോയിങ്സ് 2000. ഇനി നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനില്ലാത്തത് കൊണ്ട് എമൗണ്ട് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാം. പിന്നെ നമുക്ക് ഒന്നും കൂടി എഴുതാനുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഗ്രൂപ്പ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്ത്. അപ്പം കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമ്മളോട് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. അത് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമ്മളോട് 5% ഗ്രൂപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള സംഭവങ്ങൾ 2 സ്ഥലത്ത് എടുക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ഏത് സ്ഥലത്ത്? ഒരു സ്ഥലത്ത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. ഇനി എവിടെ വരണം? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് ഗ്രൂപ്പ് കമ്മീഷൻ വരുന്നത്. ഗ്രൂപ്പ് കമ്മീഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എമൗണ്ട് 770. അപ്പം ഇത്രയുമാണ് ലയബിലിറ്റി സൈഡിൽ വരുന്ന എമൗണ്ടുകൾ. ഇനി നമ്മൾ ഇതെല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കറക്റ്റ് ആണോ എന്നുള്ളത്. 2 സൈഡും ഈക്വൽ ആവുന്നുണ്ടോ നോക്കണം. അതേപോലെ അസറ്റ് സൈഡും എന്ത് ചെയ്യണം? ടാലി ആവുന്നുണ്ടോ നോക്കണം. ഇപ്പം ഈ 2 സൈഡും അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഈക്വൽ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫൈനൽ അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് സ്റ്റേജും കംപ്ലീറ്റഡ്. അപ്പം ഇത്രയുമാണ് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നിന്നും ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ. സിംഗിൾ എൻട്രി സിസ്റ്റം നമ്മൾ വിചാരിച്ചതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഫൈനൽ അക്കൗണ്ടിലേക്ക് വരാൻ പറ്റില്ല. അപ്പം നമുക്ക് പർച്ചേസ് ഇല്ല, ക്വസ്റ്റ്യനിൽ സെയിൽസ് ഇല്ല, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇല്ല. ഇതെല്ലാം എന്ത് ചെയ്തു? നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും ഓരോ അക്കൗണ്ടുകളും പ്രിപ്പയർ ചെയ്തിട്ട് ആദ്യം കണ്ടെത്തി. അതിൻ്റെ ശേഷം എന്ത് ചെയ്യുന്നു? ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഫൈനൽ അക്കൗണ്ട് മീൻസ് ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്തിട്ട് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്ത് നെറ്റ് പ്രോഫിറ്റ് കിട്ടും, പിന്നെ ബാലൻസ് ഷീറ്റ് ചെയ്യും. നെറ്റ് പ്രോഫിറ്റ് ഇതിലേക്ക് മാറ്റിയിട്ട് എഴുതും. അപ്പം ഈ ഒരു ഫോമാറ്റൊക്കെ എല്ലാവരും പഠിച്ചു വെക്കുക. കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലും ഒരേപോലെ അല്ല വരുന്നത്. അപ്പം അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിയർ ആവാത്തവർ
അക്കൗണ്ടിങ്ങിലെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു 3-4 ക്ലാസ്സുകൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കൊമേഴ്സ് ഈസി ഫോർ യു ചാനലിൽ. അപ്പം അതെല്ലാവരും കാണണം. എന്നിട്ട് നമ്മൾ ഈ ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പഠിക്കാം. അപ്പം ഇത്രയും നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയറായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത് എക്സാമിന് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാം. എല്ലാവർക്കും താങ്ക് യു.